പ്രിയരെ, റൂമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ കവി, പ്രിയ ഗാനരചയിതാവ്, നോവലിസ്റ്റ് എന്നീ നിലകളിൽ ഏറെ പ്രശസ്തനും പ്രതിഭാധരനുമായ ശ്രീ റഫീഖ് അഹമ്മദാണ് സോൾസേഴ്സിലെ ഇത്തവണത്തെ നമ്മുടെ അതിഥി. ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ ആത്മഭാഷണത്തിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വേണം 90കളിൽ റഫീഖാനെ സാംസ്കാരികവാദിയായിട്ടൊക്കെ പരിചയപ്പെടുമ്പോൾ ആദ്യം അറിയുന്നത് കാർട്ടൂൺ ചെയ്യുന്ന റഫീഖ് അഹമ്മദ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്ന റഫീഖ് അഹമ്മദ്. എന്തായിരുന്നു അത്? ശരിക്കും അന്നും ഒരു സബ് ആക്ടിവിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഈ സാഹിത്യത്തിലേക്ക് മുഴുവനായപ്പോ അത് ഇങ്ങനെ ഇല്ലാതായി പോയതാണോ? അല്ല, ഞാന് ചെറുപ്പം മുതലേ വരയ്ക്കുന്ന ഒരാളാണ്. വരയോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട്. അപ്പം പക്ഷെ അത് അങ്ങനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. സ്കൂളിലൊക്കെ എനിക്ക് വരച്ചിട്ടൊക്കെ എല്ലാ കൊല്ലവും എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടാറ്. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി പരാജയപ്പെടുകയും ചെയ്തത്. കാരണം ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തിട്ട് പോയി. പക്ഷെ അതൊന്നും എനിക്ക് പറ്റില്ല, ശരിയായില്ല. ഞാൻ പ്രാക്ടിക്കലി കയറി കുറേ അലമ്പുകളൊക്കെ ഉണ്ടായി. അങ്ങനെ പരാജയപ്പെട്ടു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ തൃശ്ശൂരുള്ള സ്ഥലത്ത് വര പഠിക്കാൻ വേണ്ടി ചേരാം വിചാരിച്ചു. അവിടെ പോയി. അവിടെ പോയി അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആത്മവിശ്വാസം വെച്ചാൽ എനിക്ക് എന്തും വരയ്ക്കാൻ പറ്റുന്നുള്ള ആത്മവിശ്വാസമുണ്ട്. സൂര്യന് എന്ത് വേണം ഞാൻ പെൻസിലുകൊണ്ടോ പേരോണ്ടോ വരയ്ക്കാം, എനിക്കുള്ള ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഒരു താമരപ്പൂവിൻ്റെ ഏതൊരു പൂവിൻ്റെ ചിത്രം തന്നിട്ട് അത് 4 ഇരട്ടിയാക്കിയിട്ട് വരയ്ക്കാൻ പറഞ്ഞു. 4 ഇരട്ടിയാക്കിയിട്ട് വലുതാക്കിയിട്ട് ഇരട്ടിയാക്കി. അപ്പോൾ അതിന് വേറെ ടെക്നോളജി ഉണ്ട്. കാരണം അതിൻ്റെ മുകളിൽ കുറേ കള്ളി വരച്ച് അടയാളങ്ങളൊക്കെ വെച്ചിട്ട് അതൊന്നും എനിക്കറിയില്ല. ഞാനത് ഒരു ഫ്രീ ഹാൻഡിൽ വരച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ പരാജയപ്പെട്ടു, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ അല്ലെങ്കിൽ വേറെ ലൈനിലേക്ക് ഞാൻ പോകുമായിരുന്നു. ഞാൻ അവിടെ പിന്നെ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ വരയുടെ. പിന്നെ ഒരു കാലത്ത് കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇപ്പോഴും കാർട്ടൂൺ പോലുള്ള സംഗതികളൊക്കെ ഇപ്പോഴും വരയ്ക്കാറുണ്ട്. വര ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷെ അതിനൊരു അക്കാഡമിക്കായിട്ട് അതിന് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് വര അങ്ങനെ ഇപ്പോൾ പോരാ. അത് ശരിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിനകത്ത്. കാരണം വർണ്ണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഈ സംഗീതം പോലെ തന്നെയാണ്. സംഗീതം പാട്ടുകാർക്കും പാടാം, ആർക്കും വരയ്ക്കാം. പക്ഷേ അതിന് കുറേ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ ശരിക്കും അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ആ രംഗത്തേക്ക് വന്നിട്ടില്ല മാത്രമേ ഉള്ളൂ. ഞാൻ ഫ്രീ ഹാൻഡ് കാർട്ടൂൺസ് വരയ്ക്കുകയും ഇല്ലസ്ട്രേഷൻസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അടയാളം മാസികയൊക്കെ ഒന്നുണ്ടായിരുന്നപ്പോൾ അതിൽ കുറേ ഇല്ലസ്ട്രേഷൻസൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. കേരളീയത്തിൽ കുറേ കാലത്തോളം കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഫേസ്ബുക്കിലൊക്കെ ചിലപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ വരച്ചിടാറുണ്ട്. അധികം പേർക്ക് അറിയാത്തൊരു സാധനം പുതിയൊരു ആളുകൾക്ക് അറിയില്ല. എല്ലാ തുടക്കത്തിൽ റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇല്ലസ്ട്രേഷനും കേരളത്തിൽ തന്നെയാണ്. അത് അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. അപ്പൊ റോബിൻ കേരളീയം പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ചിട്ട് പോലും ഇല്ല. ഞാൻ കാരണം അപ്പൊ അവർ നിർബന്ധിക്കുകയാണ് ഇങ്ങനെ കാർട്ടൂൺ വരയ്ക്കും എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ മലയാള അങ്ങനെ ഒരു സാധനം തൃശ്ശൂർ അതിലും എന്തോ ചെയ്തിരുന്നു. അതല്ലേ രൗണ്ടിയുടെ ഒരു സാധനം വന്നിരുന്നു. കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഈ ആശയാവിഷ്കാരത്തിന് ഉതകുന്ന വാക്കുകൾ കണ്ടെത്തുന്ന പ്രക്രിയ ഒന്ന് പറയാം, പ്രത്യേകിച്ചും എനിക്ക് എടുക്കുന്ന രീതി. അതെങ്ങനെ പറയാം? അതിനൊരു ശ്രമം ഉണ്ടാവൂലേ? അതിന് വേണ്ടി ഒരു ശ്രമം കാണുമല്ലോ. തനിയെ ഒഴുകി വരുന്നത് ആവാൻ വഴിയില്ല എന്ന് തോന്നുന്നു. അല്ല, അത് എങ്ങനെയാന്ന് വെച്ചാലേ, ഇപ്പൊ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും പല ആൾക്കാരും ഇപ്പൊ ചില വിഷയങ്ങളെ കുറിച്ച് എഴുതാനൊക്കെ പറയാറുണ്ട്. പാട്ട് എഴുതാൻ പറ്റും. കവിതയിൽ ഞാൻ അങ്ങനെ ഒരു തീരുമാനം പോലെ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നു, നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കലായിട്ടുള്ള പ്രാധാന്യമുള്ള സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ ഉടനെ അതിനെക്കുറിച്ചൊരു കവിത എഴുതേണ്ടതാണെന്നുള്ള എഴുതുന്നത് തെറ്റൊന്നുമല്ല, എഴുതാൻ നല്ലതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പറ്റാറില്ല, ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. എൻ്റെ ഒരു നിർബന്ധ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ അത് ഒരു സ്വയംഭൂവായിട്ട് ഉള്ളിൽ ഒരു സംഗതി വരണം എന്നുള്ളത് തന്നെയാണ്. അപൂർവമായിട്ട് അല്ലാതൊക്കെ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെയാണ് ഞാൻ ചെയ്യാറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം ഏറ്റവും എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിത എന്നുള്ളതൊക്കെ ഞാൻ പറയാം, തോരാമഴ എന്ന് പറയുന്ന കവിത. ഈ തോരാമഴ എന്ന് പറയുന്ന കവിത ഒന്നും ഞാൻ അങ്ങനെ ആലോചിച്ച് പ്ലാൻ ചെയ്തൊന്നുമല്ല. 10-25 കൊല്ലം മുമ്പ് എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടിയുടെ മരണമാണ് അതിൻ്റെ കാരണം. എൻ്റെ പെങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി മരിച്ചത്. പെങ്ങൾ വന്ന് ആ കുട്ടീനെ എനിക്കറിയാം. ഞാൻ അവിടെ പോകുമ്പോൾ പെങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ കുട്ടീനെ കാണാറുണ്ട്, ഓമനിക്കാറുണ്ട്.
അപ്പോൾ പെങ്ങൾ വന്നപ്പോൾ ആ കുട്ടി മരിച്ചു മോനെ എന്നോട് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാണ്. ഇങ്ങനെ ആ കുട്ടി മരിച്ചു, പിന്നെ ഇങ്ങനെ ഉണ്ടായി, അപ്പോൾ നല്ല മഴയുള്ള ദിവസമായിരുന്നു, അപ്പോൾ ഇവർ ഈ നബീസാത്ത ഓടി കുടയൊക്കെ ആയിട്ട് ഓടാൻ അപ്പോൾ തടഞ്ഞു നിർത്തി എന്നൊക്കെയുള്ളൊരു സംഭവം പറഞ്ഞതാണ്. ഇന്ന് 25 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു വരി പോലെ ഉമ്മക്കുൽസ് മരിച്ചെന്ന രാത്രിയിൽ അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇതിൽ എങ്ങനെയാണ് വരുന്നതിനെ പറ്റി എനിക്കറിയില്ല. അപ്പോൾ ആ വരി വെച്ചുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഞാൻ ഒറ്റയടിക്ക് തന്നെ എഴുതി. ഒറ്റയടിക്ക് എഴുതിയിട്ട് പക്ഷേ പിന്നീട് അതിൻ്റെ മുകളിൽ കുറേ കാര്യങ്ങൾ ചെയ്യും. ചില വാക്കുകൾ ശരിയല്ലെങ്കിൽ അത് മാറ്റും. പിന്നെ കുറേ വരികൾ ചിലപ്പോൾ വെട്ടിക്കളഞ്ഞു വരും, പുതിയ വരികൾ ചേർത്തുന്നു വരും. പക്ഷെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്, ഒറ്റയടിക്ക് തന്നെയാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നാളേക്ക് എഴുതാം, അല്ലെങ്കിൽ പകുതി എഴുതിയിട്ടും പകുതി നാളെ എഴുതാൻ തീർച്ചയായിട്ടും നടക്കാറില്ല, അങ്ങനെ ഉണ്ടാവാറില്ല. ഒരൊറ്റ വരവന് എഴുതും. അത് എങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പം പിന്നെ എഴുതി കഴിഞ്ഞ ശേഷം അതിനൊരു എഡിറ്റിങ്, ഒരുപാട് എഡിറ്റിങ് ഞാൻ ചെയ്യാറുണ്ട്. കാരണം അത് ജനങ്ങൾക്ക് വായിക്കാനുള്ളതാണ്, മറ്റുള്ളവർക്ക് വായിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഭംഗിപ്പെടുത്തേണ്ടതുണ്ട്, അതിന് ശരിയാക്കേണ്ടതുണ്ട്, അങ്ങനെ ചെയ്യും. അപ്പോഴാണ് ഈ വാക്കുകൾ കൊണ്ടുള്ള അന്വേഷണങ്ങളും കൃത്യമായിട്ടുള്ള വാക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള അതൊരു ധ്യാനം പോലെയുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെ. ഒരു സംഗതിയും വെറുതെ ഒന്നും എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർ വായിച്ചോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യാറില്ല. ഒരു നല്ല പാചകക്കാരൻ നല്ല വൃത്തിയായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെ തന്നെയാണ്. പേരൊന്നിട്ടില്ല, അതെങ്ങനെ തോന്നിയ കുറച്ച് വരികളാണ്. ഒരു വീടിനൊറ്റയ്ക്ക് നിൽപ്പ്, കുന്നിൻ്റെ ചെരുവിൽ റെയിൽപാളം അതിരിട്ട പാടത്തിനക്കരെ ഒരു വീടിനൊറ്റയ്ക്ക് നിൽപ്പ്. അതിലില്ല താമസക്കാരെന്ന് തോന്നുന്നു. ആളുകൾ താമസമില്ലാത്ത വീടുകൾ, സ്കൂളിൽ പോകേണ്ടാത്ത കുട്ടികളെപ്പോലെ. എപ്പോഴെണീക്കണം, കൈകാൽ കഴുകണം, ഭക്ഷിക്കണം എന്ന ചിട്ടയില്ലാത്ത പോലെ. നെഞ്ചത്തുകൂടെ ഇഴയുന്ന പല്ലിയെ, തലയിലിരിക്കുന്ന പാറ്റയെ, കാൽക്കൽ പരക്കം പായും എലികളെ, വല്ലപ്പോഴും വന്ന് ചവിട്ടുപടവിന് ചുറ്റും മണത്ത് മതിലോട് ചാരി മൂത്രമൊഴിച്ചു മടങ്ങുന്ന നായയെ നോക്കിക്കൊണ്ട്. രാവിരുട്ടുമ്പോൾ ആളുള്ള വീടുകൾ അക്കരെ മിന്നിച്ചു നീങ്ങുന്നതും കണ്ട്, പാതിരാ തീവണ്ടി കൂവിക്കടക്കുന്നതും കാത്ത് ഒറ്റയ്ക്ക് നിൽക്കൽ. പണ്ടുള്ള താമസക്കാരുടെ ഖേദങ്ങൾ പൂതലെടുത്തൊരു കാൽപ്പെട്ടിയിൽ നിന്ന് ചിക്കിപ്പരതിയെടുത്ത് വായിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കൽ. ഇക്കരെ തീവണ്ടിയിൽ അറ്റുപോകുന്ന ഒരു ഉറക്കവുമായി അതുറ്റുനോക്കൽ, മാഞ്ഞുപോകൽ. അങ്ങനെ ഒരു സംഗതി. ഇപ്പം തീവണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദൂരെ ചില വീടുകളൊക്കെ കാണുമല്ലോ. പിന്നെ വേറെ സാധനം ഇങ്ങനെ വെറുതെ കഴിച്ചാൽ അതൊരു ഭയങ്കര പൊളിറ്റിക്കൽ സാധനമാണ്. അതായത് മൗനം ഭരിക്കുന്ന നാട്ടിൽ ഒരു നേർത്ത മിണ്ടൽ ഒളിച്ചു പാർക്കുന്നു, കണ്ണുരുട്ടുന്നു, മുഖം കോട്ടി നിൽക്കുന്നു, മീശ പിരിക്കുന്നു മൗനം. ആരോ പറഞ്ഞിരുന്നു മിണ്ടുകെന്ന്, ഇല്ലയെങ്കിൽ നാം മരിച്ചവർ. ആരോ പറഞ്ഞിരുന്നു മിണ്ടു ഇല്ലയെങ്കിൽ നാം മരിച്ചവർ. അറിയില്ല ഈ രാജ്യം ഇപ്പോൾ ഇതാരുടെ, ജീവിച്ചിരിപ്പോരുടെ അതോ മൃതരുടെ. ശബ്ദമില്ലാത്തൊരാ മിണ്ടൽ വിറപൂണ്ട് മൂലകളിൽ പതുങ്ങുന്നു. ചോദ്യങ്ങൾ, പൊട്ടിക്കരച്ചിലുകൾ, ദയാഹർജികൾ, അഭ്യർത്ഥനകൾ, പരാതികൾ, പഴകിയ വൃത്താന്തപത്രങ്ങൾ എന്ന പോൽ ആക്രിയായി തീർന്ന ശബ്ദങ്ങൾ. അട്ടിയായിട്ട് കിടക്കും അവയ്ക്കുമേൽ മൗനം ചടഞ്ഞിരിക്കുന്നു. നിർജ്ജല നേത്രങ്ങൾ, ഏറെ വിരിഞ്ഞതും പാടെ നരച്ചതുമെങ്കിലും ഒട്ടും വെളിച്ചം തലോടാത്തതാമിടം. പുച്ഛച്ചിരി, അഹങ്കാരം ഒക്കെ മാറ്റി ചിലപ്പം. കുളിച്ചാലും ഇത്തിരി വെള്ളം കിടക്കാത്ത മാറിടം. എന്തു മുഴക്കം ഈ മൗനത്തിന്, കാതടപ്പിക്കുമെന്ത് ഒച്ച. ഭയത്താലൊരു തേരട്ടയായി ചുരുളുന്നു മിണ്ടൽ. ഇന്നലെ വേറെ കവിതട്ട. ഇന്നലെ എൻ്റെ കിണറിനടിയിലെ വെള്ളം കഷ്ടപ്പെട്ടെഴുന്നേറ്റ് കപ്പിക്കയറിൽ തൂങ്ങി മരിച്ചു. ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. വെള്ളം പായൽ പടവുകളിലൂടെ ഇഴഞ്ഞു കയറി കയറിൻ തുമ്പ് തപ്പിപ്പിടിച്ച് കുരുക്കുണ്ടാക്കി കഴുത്തിലിട്ടു. വീണ്ടും കിണറ്റിലേക്ക് ചാടി. വാവട്ടത്തിലുള്ള ഇരുണ്ട മൗനം അതിനെ സ്വാഗതം ചെയ്തു. അതൊന്ന് പിടഞ്ഞു. അതിൻ്റെ ഹൃദയത്തിൽ ഒരു മീനും ഒരു തവളക്കുഞ്ഞും ഉണ്ടായിരുന്നു.
അതിൻ്റെ തലച്ചോറിൽ വെയിൽ, നിലാവ്. പിടച്ചിലിൽ അതൊക്കെയും തെറിച്ചുപോയി. നേരം പുലർന്ന് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ കയർത്തുമ്പിൽ എന്നിട്ടും മരിക്കാതെ ഒരു വെള്ളത്തുള്ളി. അല്പൻ എന്ന് പറഞ്ഞ കവിത അതിൽ വായിച്ചിട്ടുണ്ടോ? ലോകം ചെറുതായപ്പോൾ ഞാനും ചെറുതായി, അത്രയേ ഉള്ളൂ. ലോകം വലുതായിരുന്നപ്പോൾ, അകലങ്ങൾ അകലെയായിരുന്നപ്പോൾ, ആകാശം ഉണ്ടായിരുന്നപ്പോൾ, അലകടലുകളും കുലപർവ്വതങ്ങളും ഉണ്ടായിരുന്നപ്പോൾ മഹാകാവ്യങ്ങളുണ്ടായി, വ്യാസനുണ്ടായി, അക്ഷൗഹിണികളും പുഷ്പക വിമാനങ്ങളും ഉണ്ടായി, ഹോമറും ഒഡീസിയും ഉണ്ടായി, പിരമിഡുകളുണ്ടായി. ഗന്ധർവന്മാർ നിലാവിൻ്റെ ഊഞ്ഞാലിലാടി, യക്ഷികൾ ഉന്മാദത്തിൻ്റെ താമ്പൂലം നീട്ടി. ആര് കൊത്തിയതെന്നറിയാത്ത ആയിരം ശില്പങ്ങളുണ്ടായി. അന്ന് സൂര്യനേക്കാൾ വെളിച്ചമുള്ള ദീപങ്ങളുണ്ടായിരുന്നില്ല, ചന്ദ്രനേക്കാൾ നിലാവുള്ള താരനിശകൾ ഉണ്ടായിരുന്നില്ല. ഒരാളും കുയിലിനേക്കാൾ നന്നായി പാടിയില്ല. അതെ, അന്ന് ലോകം വലുതായിരുന്നു. വിശാലതകളാണ് എന്നെ സങ്കുചിതനാക്കിയത്. പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ മാറ്റണതാണ്. ജ്ഞാനഭാരമാണ് എന്നെ നിരക്ഷരനാക്കിയത്. ലിപിയിൽ നിന്ന് ഞാൻ ചിത്രത്തിലേക്ക് തിരിച്ചു നടന്നു. ഒരൊറ്റ തെറിവാക്കുകൊണ്ട് മാനവ ചരിത്രത്തെയാകെ ഒരു ട്രോളിലൊതുക്കാൻ ഇന്നെനിക്ക് കഴിയും. ലോകം ചെറുതായപ്പോൾ ഞാനും ചെറുതായി. എൻ്റെ ഭാഷ പുച്ഛമായി. ഞാൻ അവനവൻ കടമ്പകൾ തീർത്തു. അറിയായ്മകൾക്കാണ് കനമെന്ന് ഞാൻ നനച്ചില്ല. അൽഗുരിതത്തിൻ്റെ അതിഥ്യകളിലിരുന്ന് ഞാൻ 1, 2 എന്ന് എണ്ണി പഠിക്കുന്നു. ആ എന്ന് എഴുതി പഠിക്കുന്നു. ലോകം മുഴുവൻ എൻ്റെ ചുമർ. എന്നിലെ ഞാൻ പുറത്താവുമെന്ന് ഒരിക്കലും കരുതിയിരുന്നതല്ല. ഞാനിപ്പോൾ അകമല്ല, എങ്കിലും അഹമാണ്, അല്പനാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഭാവന എന്ന് പറയുന്ന സാധനം മരിച്ചു കഴിഞ്ഞു. ഭാവന, ഇമാജിനേഷൻ ഇനി യാതൊരു പ്രസക്തിയും ഇല്ല. അല്ല, പ്രസക്തിയില്ല വെച്ചാൽ സാധിക്കുമായിരിക്കാം, എനിക്ക് മനസ്സിലാവുന്നില്ല അത്. കാരണം ഇമാജിനേഷൻ അതിൻ്റെ ഒരു ഓപ്റ്റിമൽ ലെവലിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് പണ്ടൊക്കെ ഇപ്പോൾ ചെറുപ്പത്തിൽ പറഞ്ഞ കഥകളിലൊക്കെ പണമിടാടെ എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്. പണം ഇടുന്നു. ഇന്നിപ്പോൾ പിന്നെ അന്നൊന്നും നമുക്ക് സങ്കല്പിക്കാനില്ലേ. ഇപ്പം ഈ ATM ഒക്കെ വന്നോട് കൂടിയിട്ട് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞല്ലോ. ഒരു സ്വിച്ച് അമർത്തുമ്പോൾ പണം വരുന്നു. അങ്ങനെ പല കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ആയിക്കഴിഞ്ഞു. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ ഒരു ഇതുകൊണ്ട് ഇമാജിനേഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാവന എങ്ങനെയാണ് ഇനി മനുഷ്യഭാവന പ്രവർത്തിക്കുക? അത് സാഹിത്യം, ഒരു കല എന്നൊക്കെ പറയുന്നിടത്തിൽ അതിനകത്ത് പിന്നെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് സംഗതി ഇമാജിനേഷനാണ്. ഇമാജിനേഷന് ഇത് വന്നു കഴിഞ്ഞു, അതിലൊരു ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. നമുക്കങ്ങനെ എന്ത് പറഞ്ഞാലും അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഒരു ക്രൈസിസും കൂടി എഴുത്തുകാർ അനുഭവിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ചോദിക്കാറുള്ളത്. അല്ല, ഇനിയിപ്പോ മറ്റൊരു സംഭവത്തിലേക്ക് മാറില്ല. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നു. നമ്മളിപ്പോ കാരണം ഒരു വാക്ക് കൊടുത്താൽ ചിലപ്പോ 5 അല്ലെങ്കിൽ 10, 20 തരം കവിതകള് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ എന്ന് പറയുന്നത് വലിയ ശക്തമായിട്ടുള്ള ബ്രെയിൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുകയും അധികം ശക്തിയില്ലാത്ത ബ്രെയിനിന് ഐഡലാവാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയായിരിക്കും ഇനി ഇപ്പൊ ലോകം സഞ്ചരിക്കാൻ പോകുന്നു തോന്നുന്നത്. കാരണം നമുക്കൊന്നും ഇനി അധികം ബ്രെയിൻ ഉപയോഗിക്കണം. ഇപ്പൊ തന്നെ നമ്മളധികം മസ്തിഷ്കം ഉപയോഗിക്കുന്നില്ലല്ലോ. നമ്മുടെ ഓർമ്മയുടെ അറകളും മറ്റു സംഭവങ്ങളൊക്കെ വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുക. കാരണം നമ്മളെ ഏൽപ്പിച്ചു തുടങ്ങി, പലതിനോടും യന്ത്രങ്ങൾക്ക് ഏൽപ്പിച്ചു തുടങ്ങി. അപ്പൊ അതിന് കൂടുതൽ ശക്തമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അവന് ബാക്കി നിൽക്കുന്ന ഒരു കാര്യം ഇമോഷൻസ് മാത്രമാണ്. അത് ഉണ്ടാക്കാൻ പറ്റില്ല. അത് മാത്രമായിരിക്കും മനുഷ്യനായിട്ട് ഇനി നിർവചിക്കാൻ പോകുന്ന ഒരു സംഗതി. കല വർക്ക് ചെയ്യേണ്ടത് ഇമോഷൻ. അത് മാത്രമായിരിക്കും. അപ്പൊ വേറെ സംബന്ധിച്ച് ഇന്നിപ്പോ നമ്മൾ കാണുന്ന വേറൊരു ഒരു സംഗതി, ഇപ്പൊ സത്യത്തിൽ അത് പുരോഗമനപരമായിട്ടുള്ള കാര്യമാണ്. വളരെ ഈ അമിതമായിട്ടുള്ള ഒരു ശാസ്ത്രപരത, ഒരു സയന്റിസം എന്നൊക്കെ പറയുന്ന പോലെ സയൻസാണ്, ശാസ്ത്രമാണ് എല്ലാറ്റിൻ്റെയും പരമമായിട്ട് സംഗതി എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഇതിലൊക്കെ കാണാൻ പറ്റും. പല ആൾക്കാരും അതിൻ്റെ വക്താക്കളുണ്ട്, അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പറ്റെല്ലാം. അത് ഈ പറഞ്ഞ പോലെ ഈ മാനുഷിക വികാരങ്ങളെയൊക്കെ ചെറുതാക്കുന്നുണ്ട്. ഇപ്പോൾ പ്രണയം പോലത്തെ സംഗതി, അതൊരു കാൽപ്പനികമായ, അത് സത്യത്തിൽ പ്രണയം എന്ന് പറയുന്നത് കാമ്യവികാരത്തിൻ്റെ വേറെ തരത്തിലുള്ള ഒരു റിഫൈൻഡ് ആയിട്ടൊരു സംഗതി മാത്രമാണ്. അടിസ്ഥാനപരമായിട്ട് കാമമാണ്, എല്ലാ ജന്തുക്കൾക്കുള്ള വികാരമാണ്. അത് ചില ഹോർമോണുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ തരത്തിൽ അതിനെ ചുരുക്കി കൊണ്ടുവരുന്ന അത് യാഥാർത്ഥ്യമായിരിക്കാം, അല്ലാതെ ഞാൻ പറയുന്നില്ല, സയൻറ്റിഫിക്കലി കറക്റ്റ് ആയിരിക്കാം.
പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ ഹോമോസാപ്പിയൻ ആയിട്ട് മാത്രം മനുഷ്യൻ മാറണം. ഹോമോസാപ്പിയൻ അല്ല മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിങ് എന്നുള്ളതിന് അതിനെ ഒരു ഹോമോസാപ്പിയനാക്കി മാറ്റുന്ന തരത്തിൽ സയൻസ് പ്രവർത്തിക്കുന്നുണ്ട്, യുക്തിവാദവും സയൻസും പ്രവർത്തിക്കുന്നുണ്ട്. ആത്മീയതയും മതം വേറെ തരത്തിൽ അതിനെ പിന്നെ അമാനവീകരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് മനുഷ്യൻ ശരിക്ക് കുടുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഈ ഒരുപാട് സാഹിത്യത്തിൽ തന്നെയാണ്, കവിതാ സാഹിത്യത്തിൽ മാത്രം തന്നെ അതിനെ അതിജീവിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അതിന് പ്രസക്തി ഞാൻ നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഞാൻ പറയണം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള കാലത്ത് എന്താണ്, പക്ഷേ ഈ ഒരു സ്ഥലത്താണ് അതിൻ്റെ ഒരു ഇത് കിടക്കുന്നത്. മനുഷ്യൻ്റെ ഇമോഷൻസ് ആണ് മനുഷ്യനാക്കി മാറ്റുന്നത്. ഈ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി എന്നുള്ള എനിക്ക് കവിതയും പാട്ടുകളും എഴുത്തും വരയും ചിത്രങ്ങളും വളരെ വളരെ പ്രാധാന്യം ഉള്ളൊരു കാലഘട്ടത്തിലാണ് എന്നുകൂടി പറയാണ്. ഞാൻ നേരത്തെ ഒരു ചോദ്യം പോലെ ചോദിച്ചതാണ്, അങ്ങനെ അത് പ്രസ്താവനയായിട്ട് പറഞ്ഞതല്ല ഞാൻ. അല്ല, ഇതിന്റെ സാധ്യത പറയുന്നത് എഴുത്തിന്, ഫിലോസഫി, അതിനൊക്കെ തന്നെയാണ്. ഇപ്പൊ AI അല്ലെങ്കിൽ നാനോ ടെക്നോളജിയിലൊക്കെ ഡെവലപ്മെന്റ് ആ ഒരു പീക്കിലെത്തിയാലും സാധ്യത ഉള്ളത് എന്നുള്ള ഒരു രീതിയിലാണ്. കാരണം ഫിലോസഫേഴ്സ്, കാരണം ആ കാലഘട്ടത്തിലും എങ്ങനെ മുന്നോട്ട് പോകണം, യൂസ്ലെസ് ഒരു മോബാണ്, ഒരു ഫോക്കാണെങ്കിലും അവർക്ക് മുന്നോട്ട് പോകണല്ലോ. ജോലി കിട്ടാത്തൊരു കൂട്ടമാണ്, ഒരു ജോലിയില്ലാത്ത കൂട്ടം. പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിനെ എപ്പോഴും ആവിഷ്കരിക്കണമെങ്കിൽ അതിനൊരു മറ്റേ ഫിലോസഫി വേണം. അപ്പോ അതിനുള്ള സാധ്യത ഒക്കെ റൈറ്റേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സ് അങ്ങനെയുള്ള ആ രീതിയിലുള്ള റൈറ്റിങ്ങും ആ രീതിയിലുള്ള ഒരു ഒരു ആവിഷ്കാരങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സ്റ്റഡീസ് ഇവരൊക്കെ പറയുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഈ ഒരു മെക്കനൈസേഷൻ നടക്കുന്നതിനെ പ്രതിരോധിക്കാൻ ആർട്ട്, ലിറ്ററേച്ചർ ഈ വക സാധനങ്ങൾ ഇടപെട്ടാൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ സോക്കോൾഡ് പൊളിറ്റിക്കൽ സാധനത്തിന് തന്നെ അജണ്ട തന്നെ തോൽപ്പിക്കണമെങ്കിൽ ഒരു കൾച്ചറൽ റെവല്യൂഷൻ തന്നെ വരണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലമാണ് ഇപ്പൊ നമ്മളെയൊക്കെ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് എല്ലാ സോക്കോൾഡ് പൊളിറ്റിക്കൽ പാർട്ടികളോടുള്ള വിശ്വാസം വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അയാൾ സർഗാത്മകമായിട്ട് ഇടപെടുന്ന മനുഷ്യനാണെന്ന് വെച്ചാൽ അയാൾക്ക് അങ്ങനെ ഒരു സാധനത്തിലേക്ക് തന്നെ എത്താൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന അങ്ങനെ ഒരു കൾച്ചറൽ റെവല്യൂഷൻ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം വേറൊരു പൊളിറ്റിക്കൽ റെവല്യൂഷനുള്ള സ്കോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കൾച്ചറൽ റെവല്യൂഷൻ ഉണ്ടാകും, അതില് എല്ലാവരും വലിയൊരു ആൾക്കൂട്ടം അതിൽ ഇടപെടും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു തോന്നല്. അല്ല, അതൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ അതേസമയം തന്നെ ഇത് പിന്നെ സാഹിത്യം പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു വളരെയേറെ കച്ചവടവൽക്കരിക്കപ്പെടുകയും അതിൻ്റെ ഒരു സീരിയസ്നെസ് പോയി അത് ഒരു സ്നോബറി പോലെ ആയിട്ട് മാറിയിട്ടുള്ള ഒരു സംഗതി നമ്മൾ പലപ്പോഴും കാണുന്നില്ല. പല പിന്നെ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന ഒരു സീരിയസ്നെസ് എഴുത്തിനോ ഇതിനൊക്കെ ആൾക്കാരൊന്നും കൊടുക്കുന്നുണ്ടോ? അതാണ് നേരത്തെ ചോദിച്ചത്. അല്ല, ഇതിന്റെ സംഭവം ഞാൻ മനസ്സിലാക്കിയെടുത്തോണ്ട് ഇതൊരു ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണെന്നുള്ള ഒരു വിചാരം ഒരു ആൾക്കാർക്ക് ഉണ്ട് തോന്നുന്നു. ഇപ്പൊ കവിത എഴുത്തെന്ന് പറയുന്നത് വളരെ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടി കവിത എഴുതുക എന്നുള്ളതാണ് മൊത്തം ഒരു ജനങ്ങളുടെ വിചാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ആവുന്നുള്ള എനിക്ക് തോന്നുന്നു. ഇപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ സിനിമ എടുക്കൽ വലിയൊരു എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. ഒരു മൊബൈൽ ക്യാമറ ഉണ്ടായാൽ നമുക്ക് സിനിമ എടുക്കാന്നുള്ളൊരു ഭയങ്കര അങ്ങനെ ഒരു ആത്മവിശ്വാസമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോ ഉണ്ടാവുന്നുണ്ട്. അതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഹിസ്റ്ററി, നമ്മളിപ്പോ ഒരു കവിത എഴുതാൻ തീരുമാനിക്കുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സംഗതിയെ കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്കതൊരു എളുപ്പമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നില്ല. സിനിമ എടുക്കുന്ന ഒരു പുതിയൊരു കുട്ടി മറ്റ് സിനിമയുടെ ഹിസ്റ്ററി അറിയുകയാണെങ്കിൽ അതൊരു എളുപ്പമുള്ള പരിപാടിയായിട്ട് അവർക്ക് തോന്നില്ല. പക്ഷെ ഇതിനെ മാറ്റി വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ അതിലേക്ക് ഇടപെടുന്നത്. കാരണം ഒരു ബാക്ക് പാക്ക് അവർക്ക് ഇല്ല. അതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് പലപ്പോഴും പല ആൾക്കാർ നമ്മളോട് ഇപ്പൊ എന്നോട് പലപ്പോഴും ചോദിക്കുന്ന ഒരു ഞാൻ ചോദിക്കുന്നത് ഈ മരണമെത്തുന്ന നേരത്തുനിന്നുള്ള ഒരു കവിത ഉണ്ട്. അപ്പം അത് എന്താണ് അങ്ങനെ എഴുതാനുള്ള, എന്താണ് അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഗതി എന്നൊക്കെ ചോദിക്കണം. സത്യത്തിൽ അങ്ങനെ അല്ലാതെ അത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുറേ അനുഭവങ്ങളുടെയും സംഗതിയുടെയും ഏതോ ഒരു നിമിഷത്തിലുണ്ടാവുന്ന ഒരു ഇതാണത്. അപ്പോൾ എല്ലാ നല്ല കവിതകളിലും നല്ലതെന്നുള്ളതല്ല, ഒരു സത്യസന്ധമായിട്ടുള്ള കവിതകളുടെ ഒക്കെ അങ്ങനെയാണ്. അതിൻ്റെ ഒരു അടിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അല്ലാതെ ഒരു സംഗതിയല്ല. എന്ന് പറഞ്ഞ പോലെ ഈ നമ്മുടെ ഈ എഴുത്തിൻ്റെ ഇതിലും അപ്പോൾ ആ കവിതയുടെ പിന്നിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടപ്പള്ളിയിലോ
ഒക്കെ എത്തിയേക്കാം, അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് എത്തിയേക്കാം. അങ്ങനെയുള്ള ഒന്നിൻ്റെ ഭാഗം മാത്രമാണ് അത്, അല്ലാണ്ട് ഞാൻ മാത്രം സൂര്യചന്ദ്രൻ ഉണ്ടാക്കുന്നൊന്നുമല്ല. അങ്ങനെയുള്ള ആ ഒരു അതിനെ ആ ഒരു കവിതയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെയോ ഈ ഒരു വലിയ അടിയിൽ കിടക്കുന്ന വലിയ ഭൂഖണ്ഡത്തിനെ തിരസ്കരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അങ്ങനെ പ്രശ്നം ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ലാന്ന് ചിന്തിക്കുന്നവരുണ്ട്, ഭാഷ പഠിക്കേണ്ടെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അക്ഷരത്തെറ്റിനെ പറ്റി പോലും അങ്ങനെയൊന്നും കാര്യമല്ലാതെ വിചാരിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതൊരു അനുസ്യൂതിയാണ്. നമ്മളൊരിക്കലും നമ്മൾ പാരമ്പര്യത്തെ വഞ്ചിക്കുന്നു എന്ന് പറയുമ്പോഴും പാരമ്പര്യത്തെ തിരസ്കരിക്കുന്നു എന്ന് പറയുമ്പോഴും ഒക്കെ തന്നെയും അത് അടിസ്ഥാനപരമായിട്ടൊരു അനുസ്യൂതിയാണ്. ഇപ്പോൾ ഒരു കത്തി എന്ന് പറയുന്ന സാധനം പഴയ കാലത്തുണ്ടായിരുന്ന ഒരു കല്ലുകൊണ്ടുള്ള ഒരു സാധനമായിരിക്കാം, പിന്നീട് ഇരുമ്പിൻ്റെ ഒരു പ്രാകൃതമായിട്ട് കത്തിയായിട്ട് മാറിയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഏറ്റവും നല്ല കത്തിയായിട്ട് വന്നാലും കത്തി എന്ന് പറയുന്ന സാധനം അവിടെ അതിൻ്റെ ഒരു തുടർച്ചയാണത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് കവിത എന്ന് പറയുന്നതും. അത് പിന്നെ പാടെ അലകും പിടിയും മാറിക്കഴിഞ്ഞിട്ടുള്ളൊരു സാധനമല്ല, അതിനെ പരിഷ്കരിച്ച് വരുന്ന ഒന്ന് തന്നെയാണ്. അതിന് ഒരു ഏറ്റവും പുതിയ കവിത നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ പിന്നിലുള്ള ഒരു വലിയ കവിതയുടെ ഭൂഖണ്ഡം പിന്നിൽ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഗതി ഇല്ലെങ്കിൽ അത് വെറും കുമിള പോലെയായിട്ട് മാറിപ്പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നിരവധി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നുള്ളതിനെ പറ്റി, കവിത എന്താണെന്നുള്ളതിനെ പറ്റിയൊന്നും ഒന്നാമത് അവനവന് ഒരു തോന്നൽ വേണം. എന്താണ് ഞാൻ എഴുതുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ എഴുതുന്നതിനെ കവിത എന്ന് ഞാൻ വിളിക്കുന്നത് എന്നുള്ള ഒരു മിനിമം തോന്നലില്ലെങ്കിൽ ഈ അതിൽ അപ്പം അത് വളരെ സീരിയസ് ആയിട്ട് ഇന്നത്തെ കാലത്ത് സാഹിത്യം മാറേണ്ടതുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ മറ്റു പല കാര്യങ്ങളും സയൻറ്റിസം പോലുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് മനുഷ്യനെ യന്ത്രമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യൻ്റെ മാനുഷികത ചോർത്തിക്കളയുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനുഷ്യരായിട്ട് നിലനിൽക്കണോ വേണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അതിൽ വല്ല ഇനിയിപ്പോൾ ഇതിലൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നിലനിൽക്കണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ കലാ ആവിഷ്കാരങ്ങളായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതിപ്പോൾ പാഠപദ്ധതികളിൽ നിന്നും സ്കൂളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും ഒക്കെ തന്നെ അത് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ പ്രാധാന്യമില്ലെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ സാഹിത്യ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ആളുകൾ തോന്നിയതൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അതിൽ സീരിയസ്നെസ് നഷ്ടപ്പെട്ടിരിക്കുന്നു, കനം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആഴം നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംഘർഷം എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെ ഒരു സംഗതി നമ്മൾ ഏറ്റവും ഒരു പുതിയ കവിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു 20-18 വയസ്സുള്ള ഒരു ഏറ്റവും പുതിയ കവിയോട് സംസാരിക്കുമ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാരണം ആ കുട്ടി പറയുന്നത് എനിക്ക് ഇപ്പൊ വയലപ്പള്ളിയോ അല്ലെങ്കിൽ ഇടശ്ശേരി വായിച്ചപ്പോൾ മനസ്സിലാവില്ല. കാരണം ഞാൻ വേണ്ടി മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്തിനാണ് അവരെ മനസ്സിലാക്കേണ്ട ആവശ്യം? എനിക്ക് കൂടുതൽ വിൽസന് അല്ലെങ്കിൽ വിഷ്ണുപ്രസാദിനെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതുന്ന ഈ കാലത്ത് എഴുതുന്ന ആൾക്കാരെയൊക്കെ വായിച്ചാൽ മതി. അപ്പൊ ഞാൻ അനുശീലിക്കുന്നു പറയുന്നത് അവരെങ്ങനെ എഴുതുന്നു ആ ഒരു അനുശീലനമാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് ചേട്ടാ ഞാൻ ഇതൊക്കെ വായിക്കുന്നതിന്റെ അങ്ങനെ വായിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഒരു കൃത്യമായിട്ടൊരു സ്ഥലമുണ്ട് എഴുതാൻ, അത് വായിക്കാൻ കൃത്യമായിട്ട് കുറച്ച് ആളുകളുണ്ട്. ഞാനതിൽ അതിപ്പോ ഈ ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്ന കുട്ടി ഞാൻ എന്തിനാണ് ന്യൂട്ടന്റെ ഫിസിക്സ് പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെ അത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കബിൾസിനെ പറ്റി ഞാൻ എന്തിനാണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ അതിന് മുമ്പുള്ള ആൾക്കാരെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ അത് എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു അപ്രസക്തമായ കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. മനുഷ്യവർഗ ചരിത്രം എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണ്. കാരണം നമ്മൾ വേറൊരാളുടെ തോളിൽ കയറി നിന്നിട്ടാണല്ലോ ലോകത്തെ കാണുന്നത്. നമ്മളിപ്പോ പെട്ടെന്ന് അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോ ന്യൂട്ടന്റെ തോളിൽ കയറി നിന്നതുകൊണ്ടാണ് ക്വാണ്ടം ഫിസിക്സിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. ഇപ്പൊ അത് കാരണം അവരൊരു വളരെ അതാണ് ഇപ്പൊ അവര് നമുക്ക് അത് ഇങ്ങനെ ഒരു സംഗതി. ഇപ്പൊ നമുക്ക് ഈ മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു അതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എത്ര സംഗതികളുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ഏതൊക്കെ ശാഖകളുണ്ട് അതിനകത്ത്, ഏതൊക്കെ ശാസ്ത്രത്തിന്റെ ഏതൊക്കെ മേഖലകളിലുണ്ടാക്കിയിട്ടുള്ള വികാസങ്ങളിലൂടെയാണ് വരുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് സാധനം അമർത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നു. അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്താ പറയുക, നമ്മളൊരു എപ്പോഴും ഒരു ആപ്ലിക്കേഷൻ ലെവലില് നിൽക്കാൻ തന്നെയാണ്. നിങ്ങൾ എന്താണ് കിട്ടുന്നത് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുള്ള ഇത് എങ്ങനെ ഇതിൽ എത്തിച്ചേർന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല തോന്നുന്നു. പുതിയൊരു തലമുറ അങ്ങനെയാണ് ലോകത്തെ കാണുന്നത്. ലോകം എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അല്ലാതെ ആ രീതിയിൽ ആ രീതിയിലാണ് അവര് രൂപപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുറ്റമല്ല അത്. ആ രീതിയിലാണ് അവർ രൂപപ്പെടുത്തുന്നത്. ഇപ്പം ഒന്നാമത് ഈ
ലിറ്ററേച്ചറൊന്നും ഇപ്പം അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ, ഇല്ല. സാഹിത്യം പഠിപ്പിക്കുന്നില്ല, അതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഭാഷകളെ തന്നെ അത്ര വലിയ പ്രാധാന്യമില്ല. അപ്ലൈഡ് ഇംഗ്ലീഷ്, ഫങ്ഷണൽ ഇംഗ്ലീഷ്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഒക്കെ ഉപയുക്തത അല്ലെങ്കിൽ ഈ യൂട്ടിലിറ്റേറിയൻ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് പോകുന്ന ഒരു സംഗതിയാണ്. ഇപ്പോ കാലത്തില് ഇന്റലക്ച്വൽ ക്വസ്റ്റ്യന്റെ എല്ലാ ആവശ്യം ഇമോഷണൽ EQ ആണ്. അപ്പൊ ഈ EQ എന്ന് പറയുന്ന സാധനം ഇമോഷണല് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എമ്പതി ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഈ എമ്പതിയുടെ തന്നെ ഇപ്പൊ സ്ട്രോക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മനുഷ്യരൊക്കെ ജീവിക്കുന്നത്. സ്ട്രോക്കുകളില്ലാതെ മനുഷ്യർ ജീവിക്കാൻ പറ്റില്ല. റെക്കഗ്നീഷൻ ആണ് ഇമ്പോർട്ടൻസ്. അതൊരു കവി ആയാലും സാഹിത്യകാരനായാലും എല്ലാവർക്കും വേണ്ടത് യൂണിറ്റ് ഓഫ് റെക്കഗ്നേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആ അർത്ഥത്തില് കവിയായിട്ടാണോ അല്ലെങ്കിൽ ഒരു ഗാനരചയിതാവായിട്ടാണോ അല്ലെങ്കിൽ ഒരു ചിത്രകാരനായിട്ടാണോ ഇതിലേതിലാണോ ഏറ്റവും കൂടുതൽ ആത്മസംതൃപ്തി ഉണ്ടായിട്ടുള്ളതെന്ന്? അല്ല, അതിനു മുമ്പായിട്ട് ഇപ്പോൾ ഈ സിമ്പതി അല്ലെങ്കിൽ സിമ്പതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യം. അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി ഇമാജിനേഷനാണ്. ഇമാജിനേഷൻ ഇല്ലാത്തിടത്ത് ഒരിക്കലും എമ്പതിയോ സിമ്പതിയോ ഉണ്ടാവില്ല. കാരണം ഒരാളെ കുത്തിക്കൊല്ലുമ്പോൾ, ഒരാളെ തല്ലുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ടാണ്. അത് ഒരു യന്ത്രത്തിന് അത് അനുഭവിക്കാൻ പറ്റില്ല, ഒരു മൃഗത്തിന് തോന്നില്ല, മനുഷ്യന് മാത്രമേ തോന്നുള്ളൂ. ഒരു AI-ക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല, അങ്ങനെയുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു വസ്തുവിന് തോന്നിയെന്ന് വരില്ല. അത് തന്നെയാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന കാര്യം. രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ ഞാൻ അതിനെപ്പറ്റിയൊന്നും അങ്ങനെ, ഞാൻ കവിത എഴുതാൻ തുടങ്ങിയ സമയത്ത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനും എൻ്റെ ഏകാന്തയും തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എഴുതിയത്. അല്ലാതെ പിന്നീട് ഞാൻ ഭയങ്കര കവിയായിട്ട് ഇങ്ങനെ വരും, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാം, അവാർഡ് കിട്ടാം, അത് സത്യത്തിൽ അതൊക്കെ ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ അല്ല അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് വരുന്നത്. അതുകൊണ്ട് അതിനൊന്നും ഞാൻ ആലോചിച്ചില്ല. പാട്ടിലേക്ക് വരുന്നത് ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് എനിക്ക് നേരത്തെ ശ്രമിക്കായിരുന്നു. ഞാൻ 10, 35, 40 വയസ്സായിട്ടാണ് സിനിമ പാട്ടിലേക്ക് വന്നത്. യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരാൾ ആവശ്യപ്പെട്ടപ്പോൾ വരികയാണ്. അതിന് നേരത്തെ തന്നെ നമുക്ക് എത്രയും മുമ്പ് തുടങ്ങാമായിരുന്നു. എനിക്ക് 25 വയസ്സിൽ തന്നെ എനിക്ക് ഉടമ്പക്കത്തൊക്കെ പോയിട്ട് സംവിധായകന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞ് അന്ന് തന്നെ എനിക്ക് ആവാമായിരുന്നു. ഞാൻ അങ്ങനെ ഒന്നിലും അങ്ങനെ ആ തരത്തിലുള്ള ഒരു അടയാളപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഞാനും തമ്മിലുള്ള, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഏകാന്തയും തമ്മിലുള്ള ചില സംഘർഷങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ഓരോ സംഗതികളും. അത് പിന്നെ പ്രശസ്തിയിലേക്ക് പോയിട്ടുണ്ടാവാം, അതിൽ ഞാൻ ചിലപ്പോൾ അഭിരമിച്ചിട്ടുണ്ടാവാം, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നില്ല, ഇന്നും അങ്ങനെ ഇല്ല. ഒരു തൃപ്തി നൽകുക എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ തൃപ്തി ഇല്ല. ഒരു സാധനത്തിൽ പോലും തൃപ്തി ഇല്ല.